അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ റുട്ടീനാണ്. ഇതിൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പക്വടയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ഞാൻ കുട്ടികളുടെ ടിഫിനിലേക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തുമ്പം വീഡിയോ കൂടുതൽ ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാ വ്ളോഗിലും കാണുന്ന പോലെ തന്നെ രാവിലത്തെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടും കുട്ടികളെ ഫുഡും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എന്നിട്ടിതാ ഞാൻ ടിഫിനിലേക്കുള്ള ഫുഡ് വിളമ്പലാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. സാധാരണ മക്രോണി ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലത്തെ മസാല ഉണ്ടാക്കി പിന്നെ ചിക്കനും ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായാലും അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. അത്ര തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഞാൻ ഉപ്പുമാവിലായാലും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മക്രോണി ഐറ്റംസ് എല്ലാം റെഡി ആക്കൂലേ, പാസ്ത, എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ലേ, അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ കുട്ടികളുടെ ടിഫിനെല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 2 റെസിപ്പീസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. ഒരുപാട് പേര് അന്നേരം തന്നെ ഉണ്ടാക്കി നോക്കി. പാൽപ്പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ലോഡഡ് ഫ്രൈസില്ലേ അതും ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതാ കുട്ടികളെ ലഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കലാണ്. അതെല്ലാം കഴിഞ്ഞ് കുട്ടികളും ഒക്കെയെല്ലാം പോയാലാണ് എനിക്കൊന്ന് ഫ്രീ നമ്മൾ ഉമ്മമാർക്ക് അറിയുണ്ടാവും, നമ്മളൊന്ന് ശ്വാസം നേരെ വിടൽ ആ ഒരു ടൈമായിരിക്കും. അങ്ങനെ നമ്മൾ എത്ര നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലും ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും. ചില സമയങ്ങളിൽ ഒക്കെ ജിമ്മിനെല്ലാം പോയിട്ട് നേരത്തെ വന്നിനെങ്കിൽ മോനിക്ക് ഫുഡ് കൊടുക്കും, മോനെ യൂണിഫോം ഇട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ ചെയ്യും. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ എനിക്കെല്ലാം തിരക്കിലായിരിക്കും. പിന്നെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എക്സ്ട്രാ ടൈം വേണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുട്ടികളും ഒക്കെയും എല്ലാം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കലാണ്. ഇനിയിപ്പം ഞാനിതാ ബുക്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഹാപ്പി ന്യൂസ് പറയാന്ന്, അത് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം. ഞാൻ 3 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേട്ടോ അത് നടന്ന്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കാം. ഇനിയിപ്പോൾ മോനെ കൊണ്ടാക്കലാണ്. നമ്മളെ വീട് ഉൾഭാഗത്താണ് കേട്ടോ, റോഡ് സൈഡിലല്ല. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലാണ് സ്കൂൾ ബസ് വരാം. അപ്പോൾ അവിടം വരെ കൊണ്ടാക്കലാണ്. അവിടെ നായി ഉണ്ടാവലുണ്ട്, അതുകൊണ്ട് പിന്നെ കൊണ്ടാക്കും. ഇനിയിപ്പോൾ എക്കും മക്കളും എല്ലാം പോയി. ഭക്ഷണമെല്ലാം കഴിച്ച് കുളിച്ച് ഫ്രഷായി ഷോപ്പിലേക്കും പോയി. ഇനിയിപ്പം ഞാൻ ഈ ഒരു ടൈമിൽ വീട് മൊത്തത്തിൽ ക്ലീനാക്കി. ഞാൻ എപ്പോഴും ക്ലീനിങ് കാണിക്കുന്നത് തന്നെയല്ലേ, ബെഡ്ഷീറ്റ് വിരിച്ച് കിച്ചണെല്ലാം ക്ലീനാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ചെടികൾ ഒന്ന് നോക്കാൻ വന്നതാണ്. ഈ ഒരു ബാസ്ക്കറ്റിൽ 3 വർഷമായി എൻ്റെ കൂടെ. നിങ്ങൾ വീട്ടിൽ കൂടലിൻ്റെ ടൈമെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഒന്ന് മാറ്റണം ഇൻഷാ അല്ലാ. ഇതെല്ലാം മൊത്തത്തിൽ മോശമായിട്ടുണ്ട്. ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് നല്ലോണം മോശമായിട്ടുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വന്നതാണ്. ക്ലീനിങ് മൊത്തം രാവിലെ തന്നെ കഴിച്ച് വെക്കും, എന്നാലും ഉച്ചയ്ക്കുള്ള ഫുഡല്ലേ റെഡിയാക്കണ്ടോ. അങ്ങനെ ഇന്നുണ്ടാക്കുന്നത് വെള്ളരിക്ക ഒഴിച്ച് കറിയാണ്. നല്ല ടേസ്റ്റ് അല്ലേ വെള്ളരി വെച്ചിട്ടുള്ള കറി കഴിക്കാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ വെള്ളരി ഒന്ന് ക്ലീനാക്കി എടുക്കലാണ്, വെജിറ്റബിളൊന്ന് ക്ലീനാക്കി എടുക്കലാണ്. മത്തിയുണ്ട്. മത്തി ഞാൻ തലേദിവസം തന്നെ ക്ലീനാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പം മത്തിയുണ്ട്. അപ്പം മത്തി നമ്മൾ പൊള്ളിക്കൂലേ, വായിലെല്ലാം വെച്ചിട്ട് ചട്ടിയിൽ ചെയ്യൂലേ, അതിന് നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. നല്ല ടേസ്റ്റില്ലേ കഴിക്കാൻ വേണ്ടിക്ക്, അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചോറും പപ്പടം, പിന്നെ കൊണ്ടാട്ടം മുളകിൻ്റെ ആ ഒരു സംഭവം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വെള്ളരി കട്ടാക്കിയിട്ട് ഇതിലേക്ക് 1 ഉള്ളി, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ടാക്കിയിട്ട് കഴുകിയിട്ട് എന്നിട്ടാ ചെയ്യുന്നത്, ഈ വീഡിയോയിൽ കാണിക്കാത്തതാണ്. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കുക. അപ്പം കറി പെട്ടെന്നാവുമല്ലോ. ഞാൻ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളരിക്ക കറിക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ മത്തി ഒന്ന് ചുട്ടെടുക്കാം, പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല.
ഞാനിതാ വായല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ പൊട്ടിച്ചെടുക്കുക കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ടിതാ കഴുകി ക്ലീനാക്കിയ മത്തിയിലെ ഒന്ന് വരഞ്ഞെടുക്കലാണ്. ഈ മത്തിയിൽ നല്ല ടേസ്റ്റാണ്. കുറച്ചൊന്ന് തൊലിയെല്ലാം പോയ ടൈപ്പ്, എന്താ പറയുക, പുതിയ മത്തി തന്നെയാണ്, പക്ഷെ ഒന്ന് കുറച്ചൊരു സോഫ്റ്റായ മത്തി ഉണ്ടാവില്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് വരഞ്ഞെടുക്കലാണ്. അപ്പം മത്തിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അധികം ഫ്രൈ ആക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യലാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, മുട്ടയില്ല മത്തിയാണ്, നമ്മൾ മുട്ട എന്നാണ് പറയല്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിന്. അതിലേക്കില്ലേ കുരു കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മുളക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ തന്നെ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചധികം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ പുളി വെള്ളമല്ല കേട്ടോ വേണ്ടേ, പുളി തന്നെ വേണം, കുരുകൾ തന്നെ മതി. എന്നിട്ട് ഇതാ ഈ മത്തിയിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ മൊത്തത്തിലൊരു വലിയ കിണ്ണം എന്ന് നമ്മൾ പറയും, വലിയ ബൗളില്ലേ, വലിയ ബൗളിൽ മത്തി മൊത്തത്തിൽ മിക്സാക്കിയാൽ മതി. ഞാനിപ്പം വീഡിയോയിൽ ഒരു തംബ്നെയിലിന് വേണ്ടിക്ക് മത്തി മൊത്തത്തിൽ കാണാൻ വേണ്ടിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു പാത്രത്തിൽ മൊത്തത്തിലിട്ടിട്ട് ഈ മുളകും എന്താ പറയുക കുരുമുളകും കാര്യങ്ങളെല്ലാം മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ ചട്ടിയിൽ വായിൽ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. മത്തിയെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് 1 തക്കാളി ഇട്ട് കൊടുക്കുക, 1 പച്ചമുളക് ഇട്ട് കൊടുക്കുക, 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു വാളംപുളി തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കുടംപുളി കുടംപുളി ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വായല വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ മത്തിയിലും മുളകും കാര്യങ്ങളെല്ലാം പറ്റിയ മസാല പറ്റിയ മത്തിയിലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തക്കാളി ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ചേർത്ത് നോക്കുക. എന്നിട്ട് ഇതാ പച്ചമുളക് ഇതുപോലെ കീറിച്ച് വെച്ച് കൊടുക്കലാണ്. മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും വായില വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. പിന്നെ ഇത് അടച്ച് വെക്കുമ്പോൾ ഇതിന് മുകളിൽ കുറച്ചധികം കനൽ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ ചോറും കാര്യങ്ങളും റെഡി ആകുന്നുണ്ട്. അതുപോലെ തന്നെ അന്നേരം തന്നെ ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ രാവിലെ ഒന്ന് ക്ലീനാക്കിയതല്ലേ, അപ്പം അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പണി ഭയങ്കര ഈസിയാവും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു എന്താ പറയുക തേങ്ങ ചിരകിയതും 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 എന്താ പറയുക ചെറിയുള്ളി ഇല്ലേ അത്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം എന്ന് പറയുമ്പോൾ ക്യുമിൻ സീഡ്, പിന്നെ അതാ തൈര്, 1 കപ്പ് തൈരും കൂടി അരച്ചെടുക്കലാണ്. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളരിക്ക കറിയില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത്ര തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മിക്സി കഴുകിയിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ വറവിട്ടെടുക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില വെളിച്ചെണ്ണയിൽ പൊടിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ വെള്ളരിക്ക ഒഴിച്ച് കറി റെഡിയായി. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മത്തിയും കൂടി റെഡിയാകുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ പപ്പടവും കൂടി ചുട്ടെടുക്കലാണ്. പപ്പടവും പിന്നെന്താ കൊണ്ടാട്ടം മുളകും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ആക്കാം. ഞാൻ എൻ്റെ എല്ലാ വ്ളോഗ്സിലും ആൽബിഡോ ട്യൂഷനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയലില്ലേ. അപ്പോൾ അധിക പാരൻസും ട്യൂഷനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ അറിയിക്കലുണ്ട്. അപ്പോൾ ഇല്ലേ ഞാൻ ജെന്യൂനായിട്ട് തന്നെയാണ് നിങ്ങളോട് ഈ ഒരു ആൽബിഡോ ട്യൂഷൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നത് കേട്ടോ. കാര്യം ആൽബിഡോൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയോണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്കും കൂടി ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഷെയർ ആക്കുന്നത്. ഇറ്റ്സ് മീ ഷഹന ഷെറിൻ, ആൽബിഡോയിലെ ട്രെയിനറാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു ആശയം വളരെ നല്ലൊരു രീതിയാണ്. ഇതൊരു പുതിയ കൺസെപ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാസ്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളെയും ശ്രദ്ധിക്കപ്പെടാതെ പോകുമെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളത് ആ കുട്ടിയിലെ ശരികളെയും തെറ്റുകളെയും കണ്ടെത്തി ആ കുട്ടിയെ മുൻനിർത്തി ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. ജെന്യൂനായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കുട്ടികളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാനും പറ്റും.
KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ട്യൂഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈനായിട്ടാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൾഫിലുള്ള കുട്ടികളാണെങ്കിൽ LKG UKG ചേർക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ആൽബിഡോയിൽ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് കൊടുക്കുക. 1 വർഷം ക്ലാസ് കൊടുത്തിട്ട് പിന്നെ വാലിഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുകയാണെങ്കിൽ ചേർക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സിലബസിലും എല്ലാ സബ്ജക്റ്റിലും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിക്കും മെൻറ്റേഴ്സും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. നമ്മൾ കുട്ടികളുടെ ഭാവിയല്ലേ നമുക്ക് പ്രധാനം. ഇനിയിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമുണ്ട്, അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയിൽ. അപ്പം നമ്മൾ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. മാഷാ അല്ലാ നമ്മൾ കൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോക്കട്ടയിലിന് നമ്മളിതിനെ വാങ്ങുന്ന ടൈമിൽ കുഞ്ഞി കൂടാന്ന് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിൽ പോയിട്ടില്ലേ ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു കസിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അപ്പം നമ്മളെ കുക്കു ചത്തുപോയിട്ടുണ്ടായിന്. അന്നേരം വിചാരിച്ചതാണ് കൂടുണ്ടാക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ കൂടലിൻ്റെ ടൈം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതുപോലെ ഒരു കൂട് വീട്ടിൻ്റെ മുന്നിൽ തന്നെ വേണം. എൻ്റെ വീടിൻ്റെ ഒരു കളറിൽ എന്താ പറയുക ഓടലിട്ടിട്ടുള്ള എന്താ പറയുക കൂട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് സാധിച്ച് അൽഹംദുലില്ലാ. പിന്നെ കൂടിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. പിന്നെ ഈ ഒരു കൊക്കട്ടയിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അങ്ങനെ പറന്നു പോകുന്ന പക്ഷിയൊന്നുമല്ലല്ലോ. എന്താ പറയുക അതിൻ്റെ സ്വയരക്ഷയ്ക്ക് മാത്രമല്ലേ പറന്നു പോകും. ഇത് പിന്നെ ചെറുതിലേ കൂട്ടി തന്നെ നിന്നോണ്ട് ഇതിനധികം പറക്കാനും പറ്റില്ല. നമ്മൾ പുറത്ത് വിട്ടാൽ തന്നെ പൂച്ചയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും അങ്ങനെ. പിന്നെ ഷോപ്പിലാണെങ്കിലും ചെറിയ കൂട്ടിലല്ലേ ഇത് നിൽക്കണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ടാണ് വലിയൊരു കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു കൂടിന് അത്യാവശ്യം ഈ ഒരു പക്ഷിക്ക് നല്ലോണം പറക്കാൻ മാത്രം സ്ഥലമുണ്ട്. മാഷാ അല്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതൊന്ന് എന്താ പറയുക ഒന്ന് വരച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. കൂട് റെഡിയാക്കുന്ന ടൈം തന്നെ എൻ്റെ ചെടികൾ ഹാങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇതൊന്നും ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ചെടികളല്ല കേട്ടോ. 3 വർഷമായി എൻ്റെ കൂടെ ഉള്ള ചെടികളാണ്. ഈ ഒരു വീഡിയോൻ്റെ ഭാഗങ്ങളിൽ പഴയ വീഡിയോ ആണ്. 3 വർഷം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് ഞാനിപ്പോൾ ഷെയർ ആക്കാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവരാണെങ്കിൽ ഈ ചെടികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അന്നേരം കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. ഇപ്പം കുറേ കുറവാണ്. അപ്പോൾ അതെന്നേരെ ഞാൻ എന്താ പറയുക കോട്ടയാടിലും അടുക്കളവശത്തെല്ലാം ഹാങ് ചെയ്തിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കോട്ടയാടിലാണെങ്കിൽ നല്ല വെയിൽ വരുമ്പം ഈ മണി പ്ലാന്റ്സ് എല്ലാം ഉണങ്ങിപ്പോവും. അന്നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് മുറ്റത്ത് എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കണം. അപ്പോൾ ഇപ്പം 3 വർഷമായിട്ടാണ് ഞാൻ തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ ഒന്ന് നടന്നേ. അൽഹംദുലില്ലാ ഇപ്പം കറക്റ്റ് എൻ്റെ ചെടികൾക്കുള്ള സ്ഥലങ്ങൾ കറക്റ്റായിട്ട് വന്ന്. പിന്നെ ഈ ഒരു പ്ലാന്റെല്ലാം നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിന് കേട്ടോ. ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ടായിന് എൻ്റെ കയ്യിൽ. കുറേയെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കുറേയെല്ലാം നല്ല വെയിലെല്ലാം ആയതുകൊണ്ട് പോയിട്ടുണ്ടായിന്. പിന്നെ ഗൾഫിൽ പോയാലും കുറേ എണ്ണം മോശമായിട്ടുണ്ടായിന്. അങ്ങനെ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ തന്നെ ചെടീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം ഭയങ്കര സന്തോഷം, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. വൈകുന്നേരം ആയാലും അതിൻ്റെ വാടിയ ലീഫെല്ലാം കളയുക, അതിന് വളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ടൈമില്ല. അതുകൊണ്ടാണ് ഇപ്പം കുറച്ചെല്ലാം കുറഞ്ഞേ. ആദ്യത്തെ വീഡിയോ ഞാൻ ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ആക്കിയ. അത്രയും ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇൻഡോർ പ്ലാന്റ്സിന് അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ കട്ട് ചെയ്ത വീഡിയോ ആണത്. ഇൻഷാ അല്ലാ അതെല്ലാം എൻ്റെ ചെടിയെല്ലാം ഒന്നുകൂടി നന്നാക്കണമെന്നുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ വൈകുന്നേരമായി. എൻ്റെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് വയ്ക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് ചിക്കൻ ഉണ്ട്. ഞാൻ വിചാരിച്ചു ചിക്കൻ പക്വാട റെഡിയാക്കാമെന്ന്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചിക്കൻ പക്വാട. നല്ല ചൂട് കട്ടനോടൊപ്പം എല്ലാം കഴിക്കാൻ അടിപൊളിയല്ലേ. അപ്പം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിളമ്പുന്നത് കാണിച്ചിട്ടില്ലേ ചോറ്. അപ്പോൾ അത് ഞാൻ ഒന്ന് ഫ്രഷ് ആവും മുമ്പേ ഒന്ന് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. 2-2:30 മണിയാവും ഒക്കെ വരാൻ വേണ്ടിക്ക്. അങ്ങനെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ ഐറ്റംസും ഞാൻ റെഡിയാക്കി എടുക്കലാന്ന്. ഏറ്റവും ചിക്കനെല്ലാം കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലേ ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ പക്വാട. അപ്പോൾ ഉള്ളി തക്കാളി എന്താ പറയുക തക്കാളി അല്ല ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്.
ചിക്കന് എല്ലോട് കൂടിയ ചിക്കൻ വേണം കേട്ടോ. നമ്മൾ ചില്ലി പീസിലും കുറച്ചും കൂടി ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. എന്നിട്ട് കുറച്ചധികം കറിവേപ്പില തന്നെ വേണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി വേണം കേട്ടോ. കുറച്ചധികം ഉണ്ടെങ്കിലും മതി, ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ മല്ലിയിലും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഞാനില്ലേ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ വിചാരിച്ചു ചിക്കൻ പക്കോടെല്ലാം അധികം ആൾക്കാർക്കും ഫ്ലോപ്പായി പോകുന്നതല്ലേ, എണ്ണെല്ലാം കുടിക്കും എന്നെല്ലാം പറയുന്ന കേൾക്കാം. എന്താ പറയുക, എണ്ണൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ ഞാൻ കാണിക്കട്ടോ. അപ്പം പക്കോട ഉണ്ടാക്കാൻ നോക്കിയാലൊന്നും ഗരം മസാല പൗഡർ ഇല്ല എന്ന് മനസ്സിലായ. എന്നിട്ട് ഞാനിതാ വേഗം തന്നെ ഗരം മസാല പൗഡർ റെഡിയാക്കി എടുക്കലാണ്. കുറച്ച് കുരുമുളകും ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. സ്നാക്കിനാലും ബിരിയാണിക്കാലും കറികൾക്കാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡറാണ് കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ പൊടിക്കൽ തന്നെയാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പൊടിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഉലുവയും കൂടി ചേർക്കലുണ്ട്. നമ്മൾ സാധാ പാക്കറ്റ് മിക്സ് വാങ്ങിയിട്ട് പൊടിക്കുവാണെങ്കിലും നമ്മൾ കൂട്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് 2 വർഷമായി ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ഞാനിപ്പം ഇടയ്ക്ക് വീഡിയോ എല്ലാം പ്രൈവറ്റ് ആക്കലില്ലേ, എന്നാലും എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട്, ഇർഫാന നിൻ്റെ ഗരം മസാല പൗഡറെങ്കിലും പബ്ലിക്കാക്ക് ഇർഫാന എന്നെല്ലാം. അങ്ങനെ അപ്പോൾ അത്രയും എല്ലാവർക്കും ഏറ്റെടുത്തൊരു റെസിപ്പിയാണ്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ചൂടാക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൈസസും ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല. എന്താ പറയുക, ഒന്നും ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല. എന്താ പറയുക, ഈ ഒരു മഞ്ഞൾപ്പൊടി കാര്യങ്ങൾ ഒന്നും ബോട്ടിലാക്കി വെച്ചിട്ടില്ല. അതെല്ലാം കഴിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഞാൻ പെട്ടെന്ന് ഗരം മസാല പൗഡർ നോക്കിയാൽ ഇല്ല. അപ്പോൾ പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഗരം മസാല പൗഡർ ഇല്ലെങ്കിൽ പിന്നെ ചിക്കൻ പക്കോടക്ക് വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ എന്നിട്ട് അതെല്ലാം പൊടിച്ചിട്ട് ബോട്ടിലൊന്നും കഴുകിയതുണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചു വേഗം സിബ്ലോ കവറിലാക്കി വെക്കാമെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം കഴുകിയിട്ട് ബോട്ടിലെല്ലാം ഉണങ്ങി കഴിഞ്ഞാൽ ഫില്ലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനില്ലേ കുരുമുളക് പൊടിക്കുമ്പം ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ, നല്ല പൊടിയാക്കൂല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മന്തിയിലെല്ലാം യൂസ് ചെയ്യുമ്പം പ്രശ്നമില്ലല്ലോ. അങ്ങനെ എനിക്ക് കുറച്ചൊന്ന് കുരുമുളക് കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇഷ്ടം. ഇനിയിപ്പോൾ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഗരം മസാല പൗഡറും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗരം മസാല പൗഡറെല്ലാം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സമാധാനം കിട്ടുന്നു. അതിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചില പൗഡറല്ല കേട്ടോ, നമ്മൾ ഈ ഒരു പൗഡർ എല്ലാ ഐറ്റംസും കൂട്ടിയിട്ട് പൊടിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അങ്ങനെ പിന്നെ ഈ ഒരു പൗഡർ മതി നമുക്ക്. എന്താ പറയുക, വേറെ ചിക്കൻ കറി പൗഡർ, മറ്റേ എന്താ പറയുക എന്തെല്ലോ പൗഡേഴ്സ് ഇല്ലേ, ചില്ലി പൗഡർ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതൊന്നും ആവശ്യമില്ല. നമുക്ക് സ്നാക്കിനാലും ബിരിയാണിക്കാലും കറിക്കാലും എല്ലാത്തിനും ഈ ഒരു പൊടി മതി. ഇനിയിപ്പോൾ ഞാൻ ഗരം മസാല പൗഡറെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും കാര്യങ്ങളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നില്ലേ ഈ ഒരു കറാമ്പ് പട്ട ഇലക്കലില്ലേ, ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയുക മഴയെല്ലാം ആയതുകൊണ്ട് പൂപ്പ് കിട്ടുന്നു, വെള്ള കളർ അടിക്കുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സെറ്റായി. ഇനിയിപ്പം എന്താ പറയുക ചിക്കൻ പക്കോട റെഡിയാക്കലാണ്. എല്ലോടും കൂടി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുക്കുക, 2-3 ഉള്ളി നീളത്തിൽ കട്ടാക്കിയത് എടുക്കുക, 5 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, കുറച്ചധികം കറിവേപ്പിലയും മല്ലിയിലയും കൂടി എടുക്കുക. പിന്നെ ഉള്ളിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസസും പിന്നെ ചിക്കൻ്റെ പീസസിൻ്റെ വലിപ്പവും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കുഞ്ഞു പീസസ് ആക്കിയിട്ട് ചിക്കനെ കുത്തിയരിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ എല്ലാം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എന്താ പറയുക ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ സാധാരണ അധികം ആൾക്കാരും എന്താ പറയുക കോൺഫ്ലോറിൽ മാത്രം ഒന്ന് ഇത് കുഴച്ചെടുക്കുക. പക്ഷേ ഇല്ലേ നമ്മൾ കുറച്ച് കടലമാവും കൂടി
ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഞാനിതാ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് 2 അല്ല 1.5 ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം കടലമാവും 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദ 1/2 കപ്പ് കോൺഫ്ലോറും കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല, കോൺഫ്ലോർ മാത്രം വെച്ചിട്ട് കുഴച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിനാൽ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസസും കാര്യങ്ങളും എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കലാണ്. എല്ലാം ചൂടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ ആ ഒരു പൂപ്പൽ നമ്മൾ ഫുഡിലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അത് നല്ലോണം കഴുകിയിട്ട് ഡയറക്റ്റ് പാനിൽ തന്നെ ഇട്ടിട്ട്, ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പാനിൽ തന്നെ ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കലാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബോട്ടിലൊന്നും കഴുകാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഫോയിലിൽ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ തീർന്നു പോയി. ഞാൻ സാധാരണ ബട്ടർ പേപ്പറിലാണ് ഒന്ന് പൊതിഞ്ഞ് ഇട്ട് വെക്കൽ, എന്നാലും പിറ്റേ ദിവസം വേഗം തട്ടി കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിലെ വെള്ളം മൊത്തത്തിൽ പോയ ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് നമ്മുടെ പക്വാട, ചിക്കൻ പക്വാടയും കൂടി ഫ്രൈ ആക്കി എടുക്കണം. പിന്നില്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈവനിങ് സ്നാക്കൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ചായക്കടി വേണം, നല്ല കട്ടൻ ചായ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ ദിവസം മാത്രമേ ഉണ്ടാക്കും കേട്ടോ. ഞാനിത് ആ ഒരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പക്കോടെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഓയിലിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ചിക്കനെല്ലാം ആകുമ്പം ഉള്ളിലെ ചിക്കന് വെന്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുക്കായിട്ട് വരണ്ടേ. അതുകൊണ്ട് കുറച്ചധികം ഓയിൽ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ. ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കലാണ്. എന്ത് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഓയിൽ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നാലാണ് ആ ഒരു ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓയിൽ ചൂടായിട്ടില്ലെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല, ഓയിലിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് നല്ലോണം ഓയിൽ ചൂടായാൽ മാത്രം നമ്മൾ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതാ ഒരു ഭാഗം നല്ലോണം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ എടുത്തത്. കുറച്ച് അധികം ഓയിലിൽ തന്നെ മുക്കിപ്പൊരിക്കുക എന്നെല്ലാം പറയില്ല, അതുപോലെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമ്മൾ എന്താ പറയുക, കടലമാവെല്ലാം ചേർത്തിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നില്ലേ ഈ ഒരു ഗ്ലാസ് ജാറ് ഇനി ഉണ്ടോ തീർന്നോ എന്നെല്ലാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. ഇനി തീർന്നു പോയി കേട്ടോ. ഞാനൊരു 10 ദിവസം എങ്ങനെയാണെന്ന് കൊണ്ടാന്നെ. പിന്നെ മാക്സി വീണ്ടും വേണം ഇനി അപ്പോൾ വരാമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. സത്യം പറയാലോ, ഞാൻ എന്താ പറയുക, ഗൾഫിൽ പോയോണ്ട് മാക്സി നിങ്ങൾ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇർഫാനെടുത്ത മാക്സി വേണം, പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഞാനിത് ബിസിനസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും കൊണ്ടുവന്നതല്ല കേട്ടോ. പിന്നെ പാർസൽ വന്നുകൊണ്ട് വീണ്ടും ഞാൻ അറിയിച്ചതാണ്. ഞാൻ ഗൾഫിൽ നിന്ന് പാർസൽ അയച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അന്നേരം നിങ്ങളോട് അറിയിച്ചതാണ്. പിന്നെന്താ, എല്ലാം തന്നെ എനിക്ക് ഓൾറെഡി കുറേ പണിയുണ്ട്. അപ്പോൾ ഇതും കൂടി ചെയ്യാൻ എന്തായാലും കഴിയൂല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവിടെ പോയ സ്ഥിതിക്കൊന്ന് കുറച്ച് പീസസ് എക്സ്ട്രാ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഒരു 20 പീസോളം പാർസൽ വന്നെന്ന് പറഞ്ഞിട്ടില്ല, അത് ബാക്കിയുണ്ട്. ഞാൻ വാട്സപ്പൊന്നും നോക്കിയിട്ടില്ല. കുറേ ആൾക്കാർ വാട്സപ്പിൽ മാക്സി വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. കുറച്ച് തിരക്കിലെല്ലാം ആയതുകൊണ്ടാണ് പിന്നെ നോക്കാണ്ടിരുന്നതിന്. ഇൻഷാല്ലാ ഞാൻ നോക്കാം കേട്ടോ. പിന്നെന്താ, കഴിഞ്ഞ വ്ളോഗിലിട്ട ഒരു യെല്ലോ കളർ മാക്സിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇനി കൊണ്ടുവരൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ അഥവാ ഇനി എപ്പോഴെങ്കിലും ഗൾഫിൽ പോകുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിക്ക് കൊണ്ടുവരാം, അത്ര തന്നെയാണ്. പിന്നെ ഇത് ബിസിനസ്സായിട്ടൊന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു കെറ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ, കുറേ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ടായിന്. ഇതും തീർന്നുപോയി. ഒരു പീസ് ഞാനും ഒരു പീസ് ഉമ്മി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചായയും കൂടി, കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതാ നമ്മുടെ ചിക്കൻ പക്കാവടിയും കൂടി റെഡി ആകുന്നുണ്ട്. ഞാനിങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴെങ്കിലും ഒരിക്കൽ സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറേ ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മൾ രാത്രി അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല, കാരണം വൈകുന്നേരം അത് കഴിച്ചാൽ തന്നെ വേറെല്ലോ ഫില്ലാവും. പിന്നെ രാത്രി ഇന്നും ഫുഡ് കഴിക്കുക അങ്ങനെ നമ്മൾ കഴിക്കലില്ല, ആർക്കും അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒരു 6 മണിയെല്ലാം കഴിയും നമ്മൾ ചായ കുടിക്കാൻ, കാരണം ഇക്ക വരാൻ ലേറ്റ് ആവും. ചായ വേണമെന്ന് വിളിച്ച് പറയും, എന്നിട്ട് ലേറ്റ് ആവും കുറച്ച് വരാൻ വേണ്ടിക്ക്. സാധാരണ ഒരു 8-8:30 മണിയാകുമ്പോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായ വേണമെന്ന് പറഞ്ഞാൽ ഒരു 6-6:30 മണി, നമസ്കാരം മഗ്‌രിബ് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വരുത്താന്ന്. അന്നേരം കേട്ടോ നമ്മൾ ചായ കുടിക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പക്വട റെഡി ആയിട്ടുണ്ട്. നല്ല കെച്ചപ്പിൻ്റെ കൂടെ, കെച്ചപ്പില്ലാണ്ട് തന്നെ അടിപൊളിയാണ്. കെച്ചപ്പിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അതിലും എക്സ്ട്രാ ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്വടയാണ്. നിങ്ങൾ എന്തായാലും ചിക്കനെല്ലാം വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. സെയിം തന്നെയാണ്, ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്താൽ മതി. ചെമ്മീനെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ്. മൈസി മൻഹിയുണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് വരാണ്ടെന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.